ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് കളർ കുർത്തിയാണ്. ഫ്രണ്ടിൽ യോക്ക് പോർഷനിൽ അജ്രക്കൊക്കെ വെച്ചിട്ടുള്ളൊരു ബ്ലാക്ക് കളർ കുർത്തി. അപ്പോൾ ഞാൻ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ യോക്ക് പോർഷനിൽ വരുന്ന അജ്രക്കിന് ഹാൻഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബീഡ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചൂസ് ചെയ്ത ബീഡ് ഇതാണ്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് നോക്കിയാലോ. അപ്പോൾ ഷോൾഡർ 14 ചെസ്റ്റ് 30, 2 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ഇട്ട് തയ്ക്കുന്നത്. ചെസ്റ്റ് 25, ഹിപ്പ് 27. അപ്പോൾ സ്ലീവിൽ ചെറിയൊരു പഫൊക്കെ വരുന്ന രീതിയിലെ സ്ലീവാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്തും ഫ്രണ്ടും ബാക്കും. പിന്നെ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് 18 17 മതിയേ. അപ്പോൾ 30 സൈസ് ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്താലോ. അപ്പോൾ ലൈനിങ്ങിൽ ആദ്യം മാർക്ക് ചെയ്യാം. ലൈനിങ് 4 മടക്കിയിട്ടിട്ടുണ്ട് തുണി. അപ്പോൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 7.5 നമ്മുടെ ഷോൾഡർ. അത് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് നമ്മൾ 5 ആം ഹോളിന് മാർക്ക് ചെയ്യുന്നത്. കാരണം 30 സൈസ് ആയതുകൊണ്ടാണ്. 30 സൈസിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ 5 എടുത്തത്. അപ്പോൾ ചെസ്റ്റ് നമുക്ക് വരുന്നത് 8, അതും മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് ഞാൻ 2 മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് 12.5 അവിടെ നമ്മൾ 6.25 മാർക്ക് ചെയ്ത് കൊടുത്തേ. 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഹിപ്പ് മാർക്ക് ചെയ്യുന്നത് 17. 17 മതിയാവും. അവിടെ നമ്മൾ കൊടുക്കുന്നത് 7.25. അവിടെ അതേപോലെ തയ്യൽ തുമ്പ് കൊടുത്തു. താഴോട്ട് ലെങ്ത് എടുക്കുന്നത് 38, ഫുൾ ലെങ്ത് എടുക്കുന്നത്. സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ 10.5 മാർക്ക് ചെയ്ത് അതിനെ കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. താഴോട്ടൊരു 1/2 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെല്ലാം ജോയിൻ ചെയ്തെടുക്കാം. ആം ഹോൾ ചരിച്ചും വരച്ചു കൊടുത്തേ. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവേ. നമ്മുടെ ആ ലൈനിങ് ഞാനൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുവാണേ പിന്ന് വെച്ചിട്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തും 4 മടക്കി വെച്ചിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 44. ഞാൻ ആ 44 ഫുൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ മുകളിലോട്ട് ഞാനൊരു 2 ഇഞ്ച് മേപ്പോട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചുരുക്കിയിട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് 11, 12.5 ഇട്ടാണ് ഞാൻ കൊടുക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഞാൻ അജ്രക്കിൻ്റെ ആ ക്ലോത്ത് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷൻ നോക്കാം. യോക്ക് പോർഷൻ ഞാൻ കഴുത്ത് കൊടുക്കുന്നത് 3.5. ഞാനൊരു 4.5 യോക്ക് വെട്ടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് പോയിട്ട് 4 കിട്ടും. താഴോട്ട് 13 എടുത്തേക്കുന്ന ലെങ്ത്ത്. നെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് 3.5 ഞാൻ കൊടുത്തേക്കുന്നത്. ആ നെക്കിൻ്റെ ഭാഗം വിട്ടിട്ട് ബാക്കി നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. തയ്യൽ തുമ്പും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഹാൻഡ് വർക്ക് നോക്കാം. ആ കഴുത്തിൻ്റെ ഭാഗം വിട്ടിട്ട് പിന്നെ നമ്മൾ ബാക്കി ഫുൾ സ്ഥലത്തും ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പ്രിൻ്റ് അനുസരിച്ച് ആ പ്രിൻറ്റിൻ്റെ മുകളിൽ കൂടാണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ കഴുത്ത് ക്യാൻവാസിൽ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഞാനൊരു വി നെക്കാണ് കൊടുക്കുന്നത്.
ബാക്കിൽ നമ്മൾ സാധാ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ജോർജറ്റും യോക്കും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കത് പിന്നൊക്കെ കൊടുത്ത് സെക്യൂർ ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാവേ. സിമ്പിളാണ്. യോക്കിൽ നമുക്ക് വേറൊരു ക്ലോത്ത് വെച്ച് തയ്ക്കാൻ വെറും സിമ്പിളാണ്. ഇനി നമുക്ക് നെക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ലൈനിങ് വെച്ചു, അതിൻ്റെ മുകളിൽ നമ്മുടെ മെയിൻ ക്ലോത്തും വെച്ച് ഇനി ഈ നെക്കും വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നൊക്കെ കൊടുത്ത് സെക്യൂർ ചെയ്തിട്ട് ഞാൻ ഈ പോർഷൻ ഞാൻ നെക്ക് അടിച്ചെടുക്കുന്ന പോർഷനിൽ ഹാൻഡ് വർക്ക് വിട്ടിട്ടാണ് മുമ്പേ മാർക്ക് ചെയ്തെടുത്തത്. അപ്പോൾ അതാ ഇനി നമുക്ക് ഇത് തിരിച്ചിട്ടിട്ട് പതിച്ച് കൊടുക്കാം നെക്ക്. ഈസിയാണ് കേട്ടോ ഇങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അകത്തേക്ക് മടക്കി പതിച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ആ ലൈനിങ്ങും നമ്മുടെ നെക്കിൻ്റെ പീസൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുക്കുവാണ്. ഇനി ലൈനിങ് മെയിൻ ക്ലോത്തൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ജോർജറ്റൊക്കെ ആകുമ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. ലൈനിങ്ങും ജോർജറ്റും കൂടെ അടിച്ചെടുത്താൽ ഇനി ബാക്ക് കൂടെ ഇതേ രീതിയിൽ അടിച്ചെടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ എടുത്ത് വരച്ചു കൊടുക്കാം. ഈ അളവൊക്കെ ഒന്നുകൂടെ എടുത്ത് വരച്ചു കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. എക്സ്ട്രാ പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് എടുത്ത് വെട്ടണം. അപ്പോൾ 1/2 ഇഞ്ച് ഫ്രണ്ട് ആം ഹോൾ എടുത്ത് വെട്ടുവാണ്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡിലും ഞാൻ അതേപോലെ അജ്രക്കിൻ്റെ ഒരു 2.5 ഇഞ്ച് വീതിയിൽ തുണി വെച്ചടിച്ചിട്ടുണ്ട്. സ്ലീവും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലിറ്റ് അടിക്കാം. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ സ്ലിറ്റ് അടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ സ്ലിറ്റ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്പീഡിൽ അടിക്കാതെ പയ്യെ അടിച്ചു കൊടുക്കുക. സ്പീഡിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സ്ലിറ്റ് വളഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി താഴ്ഭാഗവും അടിച്ച് നമുക്ക് നമ്മുടെ സ്ലിറ്റൊന്ന് പതിച്ചടിച്ചാൽ മാത്രം മതി. അപ്പോൾ അതും കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്കാവും. അപ്പോൾ നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ? ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.